ഇപ്പൊ നമുക്കൊരു 3-ാം വർഷം ഏലച്ചെടികൾ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ ഇതായിരുന്നു അല്ലേ? അതെ അതെ അതെ. നമുക്ക് നല്ല സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ കൊങ്ങണിയും അങ്ങനെയെല്ലാം പിടിച്ച് കിടന്ന ഇത് വെട്ടി തെളിച്ചോണ്ടാണ് ഈ ഭാഗത്തോട്ട് ഏലം വെച്ചത്. ഇവിടെ കുഴി കുത്താനുള്ള അവസ്ഥയില്ല, മൊത്തം തന്നെ പാറയാണ്, കരിമ്പാറയാണ്. അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ചെയ്യാത്തത്. അപ്പൊ വേനലിൽ ഏറ്റവും തീക്ഷ്ണമായിട്ട് ബാധിക്കുന്ന ഒരു ഇടമാണ് അല്ലേ? അതെ അതെ അതെ. ഈ പാറയുടെ ചൂടും എല്ലാം കൂടെ അടിച്ചിട്ട് അങ്ങനെ ഏലത്തിന് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. ആ ക്ഷീണാവസ്ഥയിൽ നിന്നും താങ്കൾ ഇതിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. ഉൾപ്പെടെയുള്ള മരങ്ങളൊക്കെ നമ്മൾ വെച്ചുപിടിപ്പിച്ചത്. ഇപ്പൊ ഇങ്ങോട്ട് നിൽക്കുന്ന മരങ്ങളെല്ലാം തന്നെ ഈ കൊന്നയാണേലും കരണമരങ്ങളൊക്കെയാണ് കൂടുതലും വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. 3-ാം വർഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഏലം ചെടികളാണ്. ഈ കഴിഞ്ഞ വർഷത്തെ വെയിലിന് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഉണക്കേറ്റിട്ട് ഏലത്തിന് നല്ല ക്ഷീണമായിരുന്നു. അതിനുശേഷം ആണ് നമ്മൾ വളപ്രയോഗവും വെള്ളവും എല്ലാം കൊടുത്തുകൊണ്ട് ഇതിനെ ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നത്. കഴിഞ്ഞ വർഷത്തെ വേനൽ എല്ലായിടത്തും തന്നെ അറിയാതിരുന്നു, അതിഭയങ്കരമായിട്ടുള്ള വേനലായിരുന്നു. ഇപ്പൊ ഇത്തലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പുതിയ കാരമാണ്. ഇത്തലിപ്പോ 1, 2, 3, 4, 5 കായൊക്കെ ഉണ്ട്. അപ്പം ഇതിനകത്തു നിന്നൊക്കെ ഇതെന്നെല്ലാം കായ എടുത്തു പോയതാ. ഈ മൊത്തം കായൊന്നും കിട്ടില്ല, കുറച്ച് കായൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വേനലിനെ നമ്മൾ പ്രതിരോധിച്ച് ഈ നിലയിലേക്ക് ഇപ്പം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. അടുത്ത ഇനി ഒരു സീസണ് എങ്ങനെയാകും? വെയിൽ കൂടുതലാണെങ്കിൽ വീണ്ടും ഏലക്കർഷകർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിങ്കൽക്കാട് മലയടിവാരത്താണ്. പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശം. ഈ പ്രദേശത്ത് മാത്രമല്ല, നിരന്ന പ്രദേശങ്ങളിലും എല്ലാം ഏലം കൃഷി നടത്തുന്ന, വർഷങ്ങളായി ഏലം കൃഷി നടത്തുന്ന ഒരു കർഷകനാണ് ശ്രീ സോണി തകഴിപ്പുറത്ത്. തിങ്കൽക്കാട് സ്വദേശിയാണ്. നമസ്കാരം. നമസ്കാരം സാറേ. ഇപ്പൊ അങ്ങയുടെ ഒരു കൃഷിയിടത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇത് പാറക്കെട്ടായിരുന്നു അല്ലേ? ഇവിടെ ഒരു സൈഡ് മൊത്തം പാറക്കെട്ടും ഈ കൊങ്ങിണിയുള്ള പടപ്പുകളൊക്കെയാണ്. ഇവിടെ പഴയ കാലത്തെ ആൾക്കാര് ഈ കപ്പയും ഇഞ്ചിയും ഒക്കെ അങ്ങനെ നട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ അത് വെറുതെ കളയേണ്ട, ഏലത്തിനൊക്കെ വില കൂടിയ സമയത്താണ് പിന്നെ ഇങ്ങോട്ടും ഇറങ്ങി കൃഷി നമ്മൾ ആരംഭിച്ചത്. ഇതെന്തോരമുണ്ട് ഈ സ്ഥലം? ഈ സ്ഥലം ഒരു 1 ഏക്കർ മിച്ചമുണ്ട്. അപ്പൊ ഇവിടെ ഈ ഏലം കൃഷി ചെയ്തിട്ട് എത്ര നാളായി? ഇതിപ്പം 3-ാം വർഷത്തിലേക്ക് വരുന്ന ചെടികളാണ്. ഇപ്പൊ ഇത് 2 റൗണ്ട് 3 റൗണ്ടോളം കായ എടുത്തതാണ്. പിന്നെ ആ കായയുടെ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോ ഇതിന് ബാക്കി പണികൾ കിടപ്പുണ്ട്. കവാത്തെടുത്ത് ബാക്കി കുറച്ച് മണ്ണ് പണി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരി. ഈ കഴിഞ്ഞ വർഷമൊക്കെ വേനൽക്കാലം എങ്ങനെയായിരുന്നു ഇവിടെ? വേനൽക്കാലം ഇവിടെ ഈ ഏലം വെക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞാല് ഇഞ്ചിയും കപ്പയൊക്കെ നട്ടുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നല്ലോ. അപ്പം മരം ഒക്കെ വളരെ കുറവാണ്, തണല് കുറവായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ജലസേചനമൊക്കെ നടത്തിയാണ് ഇതിനെ കയറ്റിക്കൊണ്ട് വന്നത്. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്ന പുതിയ മരങ്ങളൊക്കെ അതിനുശേഷം വെച്ച മരങ്ങളൊക്കെ ഈ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ചെറിയ കരണ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചാണ്. പിന്നെ ചെറിയ തണലിന് വേണ്ടി ഇതുപോലെ കൊന്നകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൊന്ന മരങ്ങളുണ്ട്. വേനൽക്കാലത്ത് തീഷ്ണമായ ചൂടി കഴിഞ്ഞ വർഷം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഏലച്ചെടികൾക്ക് കരിച്ചിൽ ബാധിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ ക്ഷീണം ഏറ്റിരുന്നു. ഇനിയിപ്പോ എന്തൊക്കെ പരിപാലനമാണ് നമുക്ക് ഈ ഏലത്തിന് കൊടുക്കേണ്ടത്? ഇനിയിപ്പം വരുന്നത് ഇപ്പൊ ഇത് 3 റൗണ്ട് കായ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കവാത്ത് എടുത്ത് ചോറെല്ലാം നല്ലോണം തെളിച്ചതിന് ശേഷം വേരൊത്തിരി പൊട്ടിപ്പോകാത്ത രീതിയിൽ കുറച്ച് മണ്ണ് അല്ല ചെറുതായിട്ട് മുള്ള് ഇട്ടൊന്ന് ഇളക്കി വേര് പൊട്ടാത്ത രീതി. കാരണം ഈ വേരിപ്പം പൊട്ടി കഴിഞ്ഞാൽ വേനൊക്കെ നമുക്ക് ഇതിനെ ഏലത്തിന് അതിന്റെ ആരോഗ്യത്തെ പ്രശ്നം വരുമല്ലോ. അപ്പൊ ആ രീതിയിൽ ചെറിയൊരു മണ്ണിന്റെ പണി, അതായത് പുറത്ത് പൊങ്ങി നിൽക്കുന്ന വേരൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂടിയിട്ട് ആ വേരിനൊക്കെ തണുപ്പ് കിട്ടുന്ന രീതി ചെറിയൊരു മണ്ണ് പണി അത് നടത്തി കവാത്ത് എടുത്തിട്ട് പിന്നീട് ജൈവവളം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സൈഡ് ഇട്ടിട്ട് മണ്ണ് ഇട്ട് പോവുക എന്നുള്ള പണികളാണ് ഇനി ബാക്കി. ജലസേചനം വേണ്ടി വരും അല്ലേ? അതെ അതെ. ജലസേചനം ഏലത്തോട്ടത്തിന് എപ്പോഴും ആവശ്യമുള്ള ഒരു ഘടകമാണ്. നമുക്ക് ജലസ്രോതസ് ഉണ്ടോ വേണ്ടത്ര? വേണ്ടത്ര എന്ന് പറഞ്ഞാൽ നല്ല വെയില് വരുന്ന സമയത്ത് ഇച്ചിരി കുറവ് വരും. പിന്നെ ഈ കുഴക്കിണറും പിന്നെ ഇതോടെ ഈ തോടിനോട് ചേർന്നുള്ള കുളമൊക്കെ ഉണ്ട്. അവിടെ നിന്നുള്ള വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒത്തിരി വലിയ വേനൽ, കഴിഞ്ഞ വർഷത്തെ പോലെ കൂടിയ വേനൽ വരുവാണെങ്കിൽ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല, പറ്റാത്തൊരവസ്ഥ വരും. ഭാവി പറയാൻ പറ്റില്ല. ഇതെല്ലാം ഞള്ളാനി ഇനത്തിൽപ്പെടുന്ന ഏലം തന്നെയാണ്. താങ്കൾക്ക് എവിടെയാണ് പ്രധാനപ്പെട്ട കൃഷിയിടം? പ്രധാനപ്പെട്ട കൃഷിയിടം തിങ്കൽക്കാട് തന്നെയാണ്. തിങ്കൽക്കാട് റോഡ് സൈഡിൽ മോള് സൈഡും കൊണ്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് ഈ ചുരുളി ഈ സൈഡ് വരെ നമുക്ക് സ്ഥലമുള്ള കാരണം ഇവിടെയാണ് പണിയായി കിടന്നത്. ഇവിടെ എങ്ങനെ ഏലം വെച്ചത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഏലം ബാക്കി മൊത്തം ഏലകൃഷി തന്നെയാണ്. പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ കുറച്ച് കൊടി. ഇപ്പൊ ഈ കവാത്ത് എടുക്കണമെന്നുള്ളത് മസ്റ്റാ അല്ലേ? അതെ അതെ. കവാത്ത് എടുത്ത് വിടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് ഉള്ളിൽ കൂടെ എല്ലാം മറ്റു കീടങ്ങളും പുഴുക്കളും ഒക്കെ കയറി ഇരുന്നിട്ട് അത് ഏലത്തിന് ഈ തണ്ടുവരപ്പൻ അങ്ങനെയുള്ളതെല്ലാം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ തണ്ടുതോരപ്പിന്റെ മരുന്ന് പ്രയോഗം എത്ര ഇടവേളയിൽ നടത്താറുണ്ട്?
തണ്ടുതരപ്പന്റെ ഒരു 25 to 30 ദിവസത്തിനുള്ളിൽ തന്നെ. പിന്നെ ആ തണ്ടുതരപ്പൻ കുറയുന്ന ഒരു സമയമുണ്ട്. നമുക്ക് തട്ടായി നോക്കുമ്പോൾ അറിയാം തണ്ടുതരപ്പന്റെ ഈ തോളകളും കാര്യങ്ങളൊക്കെ കുറയാണെങ്കിൽ ആ സമയത്ത് മറ്റുള്ള മരുന്നുകൾ അടിച്ചാൽ മതി. ഫ്ലവറിങ്ങിനും മറ്റു കാര്യത്തിനുള്ള മരുന്നുകൾ അടിക്കും. സീസൺ അനുസരിച്ചാണ് ആ മരുന്നിന്റെ പോക്ക്. എത്ര വളപ്രയോഗം നടത്താറുണ്ട് താങ്കൾ? വളപ്രയോഗം ഒരു വർഷത്തില് ഓരോ സ്ഥലത്തിനനുസരിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോശം സ്ഥലത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് വളപ്രയോഗം നടത്തും. ഇതിനകത്ത് ഒരു 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ജൈവവളമാണോ രാസവളമാണോ കൂടുതൽ പ്രയോഗിക്കുക? ഈ രണ്ടും വേണം സാറേ. എല്ലാരും പറയും ഞങ്ങൾ ജൈവവളം തന്നെയാണ്, പക്ഷെ രാസവളവും ഏലത്തിന് അത്യാവശ്യമായിട്ട് വരുന്ന ഘടകങ്ങളാണ്. ശരി. അപ്പൊ അതും നമ്മൾ ചെയ്യണം. അതോടൊപ്പം തന്നെ ജൈവവളം നമ്മൾ കൊടുക്കണം. ഇതിപ്പോ എത്ര തവണ നിങ്ങൾ വിളവെടുത്തു? ഇതിപ്പോ ഒരു 3 റൗണ്ട്. ഈ വർഷം വളരെ കുറവായിരുന്നല്ലോ. ഒരു 3 റൗണ്ട് എടുത്തു. അതിനുശേഷം ഇപ്പൊ ഈ നിൽക്കുന്ന അവസ്ഥ. ശരി. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവണ വിളവെടുത്താൽ പിന്നെ എത്ര നാൾ കഴിയുമ്പോൾ അടുത്ത വിളവെടുക്കാം? ഇപ്പോൾ ഈ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ 30 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 40 ദിവസം കൂടുമ്പോൾ ഏലക്ക എടുത്തു പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പഴം, ഒരു കരിങ്കായും, പിന്നെ ഒരു വരകരിശി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കുറച്ച് കായം എടുത്തു പോകും. അങ്ങനെ വരുമ്പം പെട്ടെന്ന് പിന്നെ കാപെടുക്കത്തില്ല. പിന്നെ ഒരു 60 ദിവസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതെടുക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ഇനി ഇതെടുക്കണമെങ്കിൽ ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞാൽ അടുത്ത ഒരു റൗണ്ടും കൂടെ എടുത്തു പോകാം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഏലം കൃഷി? ഏലം കൃഷിയില് പിന്നെ നമ്മളെ ഏലത്തോട്ടത്തിലായിരുന്നു. നമ്മള് ഈ പാമ്പടമ്പാറ എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അപ്പൊ അവിടെ മുതലേ ഏലത്തോട്ടവും കാര്യങ്ങളും ആയിരുന്നു. ഏലത്തോട്ടത്തിലെ പണിയും കാര്യങ്ങളുമായിട്ടാണ് പഴയ കാലം മുതലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഉള്ള എത്ര വയസ്സുണ്ടോ അത്രയും കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കൂട്ടിയാൽ മതി. മറ്റൊരു പ്രത്യേകത, സാധാരണ ഒരു കൃഷിയിടത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രത്യേകത, ഇവിടെ ശരിക്കും പാറക്കെട്ടിന്റെ ഒരു അടിവാരമാണ് അല്ലേ? അതെ അതെ അതെ. ഇവിടെ 3 വർഷമായിട്ടുള്ളൂ ഏലം കൃഷി നടത്തി തുടങ്ങിയിട്ട്. അതെ അതെ. പക്ഷെ ഈ തൈച്ചെടിയെന്നൊക്കെയാണ് കുറച്ച് നമുക്ക് കൂടുതലായിട്ട് കിട്ടിയത്. അപ്പൊ കാർഷിക രംഗത്ത് വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ഒരു ഏലം കൃഷിയിടം ഈ വർഷം കൊടിയ വേനലില് ഏതാണ്ട് നശിച്ചു തുടങ്ങിയ ഒരു ഭാഗത്ത് ഏലച്ചെടികൾ ഇപ്പോഴും കുഴപ്പമില്ലാതെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന്റെ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.